പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നലെ കഴിഞ്ഞ റോ എപ്പിസോഡിന് ശേഷമുള്ള കുറച്ച് സ്റ്റോറി ലൈനുകളെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇന്നലത്തെ റോ എപ്പിസോഡിൽ നമുക്ക് വലിയൊരു സർപ്രൈസായി കാണാൻ സാധിച്ചത് ബെക്കി ലഞ്ച് എന്ന് പറയുന്ന ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത മത്സരത്തിൽ മെക്സിനി ഡുപ്രിയോട് പരാജയപ്പെടുന്നതും ആ ഒരു ടൈറ്റിൽ നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ AJ ലീയുടെ ആ ഒരു റിട്ടേൺ തന്നെയാണ് ബെക്കി ലഞ്ചിൻ്റെ ആ ടൈറ്റിൽ ചേഞ്ചിനായിട്ടുള്ള ഒരു കാരണം എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ബെക്കി ലഞ്ച് നിലവിൽ സോഷ്യൽ മീഡിയയിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. ബെക്കി ലഞ്ച് പറയുന്നത് AJ ലീക്ക് നിയമപരമായിട്ട് ഈ ഒരു മത്സരത്തിൽ ഇൻ്റർഫിയറൻസ് നടത്താൻ യാതൊരുവിധ കാര്യവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ന്യൂയോർക്കിലെ ഒരു സ്പോർട്സ് അതോറിറ്റിയുടെ ഒരു ലൈസൻസൊക്കെ ഇല്ലാതെയാണ് AJ ലീ ഇതിനൊരു ഇൻ്റർഫിയറൻസ് നടത്തിയത്. അതായത് AJ ലീ കാരണമാണ് ആ താരം പരാജയപ്പെട്ടത്. മെക്സിനി ഡുപ്രി അല്ലെങ്കിൽ ബെക്കി ലഞ്ചിനെ പരാജയപ്പെടുത്താൻ യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നുള്ളതാണ് അവിടെ സോഷ്യൽ മീഡിയയിൽ ബെക്കി ലഞ്ച് വാദിക്കുന്നത്. അപ്പോൾ ബെക്കി ലഞ്ച് പറയുന്ന കാര്യങ്ങളെ കട്ടക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ന്യൂഡേ ടീമിലെ സാവിയർ വുഡ്സും കോഫി കിങ്സ്റ്റണും അവരുടേതായിട്ടുള്ള ഒരു വീഡിയോ ബെക്കി ലഞ്ചിൻ്റെ ഒപ്പം ബെക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നിയമപരമായിട്ട് WWE നേരിടും എന്നുള്ളതാണ് ബെക്കി ലഞ്ച് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത്. തൻ്റെ ചാമ്പ്യൻഷിപ്പ് തനിക്ക് തിരികെ വേണമെന്നും മെക്സിനി ഡുപ്രി യഥാർത്ഥ ചാമ്പ്യൻ അല്ല എന്നും താനാണ് ഇപ്പോഴും മത്സരത്തിൽ പരാജയപ്പെട്ടാലും താനാണ് നിയമപരമായി ഇപ്പോഴും ചാമ്പ്യൻ എന്നുള്ളത് ബെക്കി ലഞ്ച് പറയുന്നുണ്ട്. അപ്പോൾ ബെക്കി ലഞ്ച് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയിൽ നിന്ന് ഉടനെയൊന്നും പോകാൻ സാധ്യതയില്ല. അതേസമയത്ത് ബെക്കി ലഞ്ച് സർവൈവർ സീരീസ് വാർ ഗെയിംസ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വുമൻസ് വാർ ഗെയിംസിൽ ആസ്കയുടെ ടീമിൽ വരാനുള്ള സാധ്യതകളും വർദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും ബെക്കി ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും സ്റ്റോറി ലൈൻ മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്നലെ കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇന്നലത്തെ റോ എപ്പിസോഡിൻ്റെ എൻഡിങ് ശ്രദ്ധിച്ച കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും. റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷവും ഫൈറ്റൊക്കെ നടന്നിട്ടുണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഫൈറ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് വീഡിയോസിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു. പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ അവർ സ്ട്രീം ചെയ്യുന്ന ഒരു സമയം കഴിഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് അവർ അവസാനിപ്പിച്ചത്. ഈ ഒരു ഫൈറ്റിൽ കണ്ടസ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് കോഡി റോഡ്സ് ലോഗൻ പോളിനെയൊക്കെ ആക്രമിക്കുന്നതായിട്ടും കോഡി റോഡ്സ് ഡ്രൂ മാക്കിൻ്റെയറിനെ കോഡി കട്ടർ കമൻറ്റേഴ്സ് ടേബിളിലേക്ക് ചെയ്യുന്നതായിട്ടുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം സംഭവബഹുലമായിട്ടുള്ള ഒരു സ്വീക്വൻസ് റിങ്ങിൽ അരങ്ങേറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്കും റോമൻ റീൻസും ഫേസ് ടു ഫേസ് വരുന്നു. അങ്ങനെ കുറച്ചു നേരം ഇരുവരും വാക്കുകൾ കൊണ്ട് തർക്കിക്കുന്നതും പിന്നീട് റോമൻ റീൻസ് ആ ഒരു റിങ് വിട്ട് പോകുന്നതുമായിട്ടുള്ള ഒരു വീഡിയോസാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ എന്താണ് CM പങ്കും റോമൻ റീൻസും പരസ്പരം സംസാരിച്ചത്? റോമൻ റീൻസ് CM പങ്കിൻ്റെ ടീമിൽ ജോയിൻ ചെയ്യില്ലേ എന്നുള്ളൊരു സംശയമൊക്കെ ആരാധകർക്ക് മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നിലവിൽ WWE തന്നെ പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ CM പങ്ക് ആദ്യം റോമൻ റീൻസിനോട് പറയുന്നത്, നീ പിറകിൽ നിന്ന് ചതിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു എതിരാളിയെ കൂടി കിട്ടുമെന്നുള്ളത് റോമൻ റീൻസിൻ്റെ മുഖത്ത് നോക്കി പങ്ക് പറയുന്നു. അപ്പോൾ അതിനുള്ള മറുപടി ഒരു മാസ് റിപ്ലൈ റോമൻ കൊടുക്കുന്നത്, ഞാൻ ഒരിക്കലും ബാക്കിൽ നിന്ന് ചതിക്കില്ല, ഞാൻ നിന്നെ കീഴ്പ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിൻ്റെ മുഖത്ത് നോക്കി നിൻ്റെ നെഞ്ചിലേക്ക് ഞാനൊരു കത്തി കുത്തി ഇറക്കുമെന്നുള്ളതാണ് റോമൻ റീൻസ് കൊടുക്കുന്ന ഒരു മറുപടി. അപ്പോൾ പിറകിൽ നിന്ന് ചതിക്കില്ല, തന്നെ ടീമിൽ ചേർക്കാം എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് റോമൻ റീൻസ് പറയുന്നു. അപ്പോൾ CM പങ്കിൻ്റെ ടീമിൽ റോമൻ റീൻസ് ജോയിൻ ചെയ്യുമോ? ഊസോസുമായിട്ടൊരു പ്രശ്നമുണ്ട്, പങ്കുമായിട്ടൊരു പ്രശ്നമുണ്ട്, കോഡി റോഡ്സുമായിട്ട് വലിയ പ്രശ്നമുണ്ട്. അതിനിടയിലേക്ക് റോമൻ റീൻസ് ഈ ഒരു ടീമിലേക്ക് വരുമോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ളൊരു ക്ലാരിഫിക്കേഷൻ നിലവിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ റോമൻ റീൻസ് എന്തായാലും ആ ഒരു ടീമിൽ 5ാമത്തെ മെമ്പറായിട്ട് ജോയിൻ ചെയ്യും. പിന്നീട് ഒരു സംശയമുള്ളത് റോമൻ റീൻസ് ധരിച്ചിരിക്കുന്ന ആ സ്ലീവിനെ സംബന്ധിച്ചാണ്. റോമൻ റീൻസിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സ്ലീവ് ട്രൈബൽ ചീഫ് കാലഘട്ടത്തിൽ ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ റോമൻ റീൻസിൻ്റെ കൈക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിക്കുണ്ടോ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കണ്ടു. അപ്പോൾ ഇപ്പോൾ വരെ റോമൻ റീൻസിന് ഇത്തരത്തിലൊരു ഇഞ്ചുറി ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇഞ്ചുറി ഉണ്ടെങ്കിൽ തന്നെ റോമൻ റീൻസ് ഇത്രയും ഫിസിക്കലായിട്ട് സ്പിയറൊക്കെ ബാരിക്കേഡിലേക്ക് ചെയ്യുന്നതായിട്ടും സൂപ്പർമാൻ പഞ്ച് ചെയ്യുന്നതായിട്ടൊന്നും അവർ കാണിക്കില്ല. ഇത് റോമൻ റീൻസിൻ്റേതായിട്ട് പുതിയൊരു റിംഗ് ഗിയർ അല്ലെങ്കിൽ പുതിയൊരു അറ്റയർ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു സ്ലീവൊക്കെ റോമൻ റീൻസിൻ്റെ പേരിൽ പുറത്തേക്ക് ഇറക്കി അതിൽ വലിയൊരു വരുമാനം നേടാൻ വേണ്ടി അവർ തയ്യാറാക്കിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു ലുക്ക് കിടിലമായിട്ടുണ്ട്. റോമൻ റീൻസ് ഈ സ്ലീവ് ധരിച്ച് വന്ന ലുക്കിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ പങ്കും റോമൻ റീൻസും ഫേസ് ടു ഫേസ് വന്ന് ആ സംസാരിക്കുന്നതിനെ സംബന്ധിച്ചും എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ലൈനിൽ ഡെവലപ്പ് ആകാൻ പോകുന്നത് എന്ന് തോന്നുന്നത് അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.